ഗണപതിയേ നമഃ. യാ ദേവീ സർവഭൂതേഷു കാന്തിരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ നമസ്തസ്യൈ നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ദേവീ മാഹാത്മ്യത്തെക്കുറിച്ചാണ്. ദേവിയുടെ പിറന്നാൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു. ജന്മാഷ്ടമി ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷ അഷ്ടമിയാണ് മൂകാംബികയിൽ ദേവിയുടെ പിറന്നാളായിട്ട് ആഘോഷിക്കുന്നത്. പതിവ് പോലെ ഞാൻ അവിടെ എത്തണമല്ലോ, അത് എൻ്റെ നിയോഗമാണല്ലോ. കഴിഞ്ഞ 10-25 വർഷമായിട്ട് അതൊക്കെ മുടങ്ങാതെ ചെയ്തു പോരുന്ന കർമ്മങ്ങളാണ്. ദേവിക്ക് പാരിതോഷികങ്ങൾ സമർപ്പിക്കുക പിറന്നാൾ ദിനത്തിൽ എന്നുള്ളത് അത് ദേവിക്കും സന്തോഷപ്രദം, ഒപ്പം ചെയ്യുന്നവന് കൂടുതൽ അഭിവൃദ്ധിക്ക് കാരണവുമായി തീരും എന്നാണ് വിശ്വാസം. ഇനി അവിടെ മഴയുടെ കാലഘട്ടം, അതുകൊണ്ട് തന്നെ സൗവർണികയിലൊക്കെ കുളിക്കാൻ പറ്റിയ കാലഘട്ടമാണിത്. സൗവർണികയിലുള്ള സ്നാനം പലപ്പോഴും നമുക്ക് പലതരത്തിലുള്ള രോഗശമനത്തിനും ഗുണപ്രദമാണെന്ന് മനസ്സിലാക്കണം. കണ്ണിൻ്റെ കാഴ്ചശക്തിക്കടക്കം അത് ഗുണകരമായി ഭവിക്കും. ഒപ്പം ത്വക്ക് രോഗങ്ങൾ, സ്കിൻ ഡിസീസ് ശമിക്കും. അതിൻ്റെയൊക്കെ കാരണം 64 തീർത്ഥങ്ങളിൽ നിന്നും വരുന്ന ജലമാണ് ഒരുമിച്ച് കൂടി കാശിതീർത്ഥവും ഗോവിന്ദതീർത്ഥവുമായി പരിണമിച്ച് ആ 2 തീർത്ഥങ്ങളും കൂടിയാണ് സൗവർണികയായിട്ട് ഒഴുകുന്നത്. അപ്പോൾ ആ സൗവർണികയിൽ ഈ പറയുന്ന കൊടജാദ്രി മലയിൽ ഉള്ള ഔഷധ സസ്യങ്ങളിൽ തട്ടി വരുന്ന ജലമാണ്. അത് ഒരു പരിധിവരെ സയൻറ്റിഫിക്കായിട്ട് തന്നെ പറയാം. കാരണം ചില ഉദാഹരണം കഥയാണെങ്കിലും ഈ ഹനുമാൻ ലങ്കയിലേക്ക് മൃതസഞ്ജീവിനിക്ക് വേണ്ടി ലക്ഷ്മണനെ ബോധം കെട്ടപ്പോൾ മേഘനാഥൻ്റെ അമ്പുകളേറ്റ് ലക്ഷ്മണൻ മരണാസന്നനായപ്പോൾ രക്ഷിക്കാൻ മൃതസഞ്ജീവിനി കൊണ്ടുവരാൻ വേണ്ടി രാമൻ ലക്ഷ്മണനെ രക്ഷിക്കാൻ വേണ്ടി മൃതസഞ്ജീവിനി കൊണ്ടുവരാനാണ് ഹനുമാനോട് പറഞ്ഞത്. ഹനുമാനും ഇവിടെ ചെന്നിട്ട് അങ്ങനെ കഥയാണ്, ഏതാ മൃതസഞ്ജീവിനി എന്നൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ മല മൊത്തമായിട്ട് പൊക്കിയിട്ടിങ്ങ് പോന്നു എന്നാണ്. എല്ലാം ഒരു എന്താ പറയുക, കഥകളിൽ ചോദ്യമില്ല. അങ്ങനെ അവിടുന്ന് വരുന്ന വഴിയിൽ ഒരു കഷ്ണം വീണു പോയതാണ് കൊടജാദ്രി മല. കുടജ എന്ന് പറയുന്ന സസ്യം കൂടുതലുള്ള ആ മല, അതുകൊണ്ടാണ് കൊടജാദ്രി. അപ്പോൾ കുടജ എന്നുള്ള സസ്യം കൂടുതലുള്ള ആ ഒരു പ്രദേശം, അവിടെ പല തരത്തിലുള്ള ഔഷധ സസ്യങ്ങളുമുണ്ട്. അതൊരു വാസ്തവം തന്നെയാണ്. പല വൈദ്യന്മാരും നമ്മളെ നാട്ടിൽ കിട്ടാതെ, ഇപ്പോൾ കുറുന്തോട്ടി പോലും നമ്മളെ നാട്ടിൽ കിട്ടാനില്ലല്ലോ. വാദത്തിന് ഏറ്റവും ഗുണപ്രദമായ സാധനമാണല്ലോ കുറുന്തോട്ടി. അതെവിടെയും കാണാൻ പോലും ഇല്ല ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഇന്ന പിന്നെ സസ്യങ്ങളെ കൊണ്ട് ഇന്ന രോഗങ്ങൾ മാറുമെന്ന് ആയുർവേദം പറയുന്നുണ്ട്. ആയുർവേദത്തിന് കുറേ മോശവശങ്ങളും ഉണ്ട്, നല്ല വശങ്ങളും ഉണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ആയുർവേദത്തിലുള്ള ചില മരുന്നുകൾ നമ്മളുടെ കരളിനെയൊക്കെ ബാധിക്കുന്ന മരുന്നുകളുണ്ട്. അതൊക്കെ വാസ്തവം തന്നെയാണ്. തെറ്റായ അത് അളവ് കൂടുതൽ കഴിച്ചാലും മറ്റൊക്കെ വലിയ പ്രശ്നങ്ങൾ വരുന്ന കരൾ രോഗം വന്ന് കരളടിച്ചു പോകുന്ന കേസൊക്കെ ഉണ്ട്. അതുപോലെ കിഡ്നിയെ ബാധിക്കുന്ന ചില ലേഹ്യവും കഷായമൊക്കെ ഉണ്ട്. അതൊക്കെ
പിന്നെ അതുകൊണ്ടാണ് മോഡേൺ സയൻസ് ആയുർവേദവുമായിട്ട് ഇപ്പം വലിയ പ്രശ്നമുണ്ടാകുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെയുള്ള പലവിധ നന്മകളും ആയുർവേദത്തിനുണ്ട്. ഒരു കാലത്ത് ആയുർവേദം മാത്രമല്ലേ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. അന്ന് ആദ്യം അലോപ്പതി എന്ന് പേര് വിളിച്ചതും പിന്നെ മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞതുമായ ആ വൈദ്യശാഖ രൂപപ്പെട്ട് വന്നിട്ട് പോലുമില്ല. അതിനൊക്കെ എത്രയോ മുമ്പേ, ആയിരക്കണക്കിന് വർഷം മുമ്പേ ആയുർവേദം വാഗ്ഭടൻ, സുശ്രുതൻ, ചരകൻ ഇവരൊക്കെ രൂപകൽപ്പന ചെയ്ത ശാസ്ത്രം. അതുകൊണ്ടാണ് പഞ്ചമവേദം എന്നതിനെ വിളിക്കുന്നത്. 5-ാം വേദം, 4 വേദങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അപ്പോൾ അതിൽ തന്നെ പഞ്ചമവേദം, 5-ാമത്തെ വേദം എന്ന് ആയുർവേദത്തെ പറയുമ്പോൾ തന്നെ അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കോളുണ്ട്, വീണ്ടും ഇതിലേക്ക് വരാം. ഹലോ 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 എവിടെ നിന്നാണ് വിളിക്കുന്നത്? വേങ്ങാട്. വേങ്ങാട്. പറയൂ, ഡേറ്റ് പറഞ്ഞോളൂ. 2004 മെയ് 12. മെയ് 12. പിന്നെ രാത്രി 9:08. ചതയം നക്ഷത്രം. ചതയം നക്ഷത്രം. ആരുടേതാണ്? മോളതാണ്. എന്താണ് മോളെ കൊണ്ട് അറിയേണ്ട വിഷയം? മോളെ പഠിപ്പിനെ പറ്റി അറിയാനെന്ന്. സമയം ഇപ്പം വ്യാഴദശയാണ്. വ്യാഴദശ പൊതുവെ പഠനത്തിനൊക്കെ ബലമുള്ള വ്യാഴമാണ്. അപ്പോൾ ആ വ്യാഴദശ ഈ കുട്ടിക്ക് ഇനിയും 29 വരെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ എല്ലാം നന്നായിട്ട് വരേണ്ടതാണ്. അതായത് 25 വയസ്സ് വരെയുള്ള കാലഘട്ടം വ്യാഴത്തിൻ്റെതാണ്. ആ വ്യാഴം വാസന തിരിഞ്ഞു പോയില്ലെങ്കിൽ നല്ല നിലയിൽ ഉയർന്നു വരും. പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ നല്ല വ്യാഴമാണ്. വ്യാഴം പഠനത്തിന് ഏറ്റവും കൂടുതൽ അനുകൂലമായ ഇതാണ്. അതേസമയം തന്നെ ഈ ജാതകത്തിൽ അങ്ങനെ ഒരു തിരിച്ചൽ വരാനുള്ള വിധിയുണ്ട്. അങ്ങനെ വന്നു പോയാൽ അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അത്രമാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അതിൻ്റെ ആന്തരികാർത്ഥമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നീറ്റ് പരീക്ഷ എഴുതിയിട്ട് കാത്തു നിൽക്കുന്ന റിസൾട്ടിന് ആവട്ടെ. അതൊക്കെ എനിക്ക് മനസ്സിലായി. അതല്ലേ ഞാൻ പറഞ്ഞ വ്യാഴം പഠനത്തിന് ഏറ്റവും വലിയ ഗുണം ചെയ്യുന്ന സാധനമാണ്, വലിയ ലെവലിലേക്ക് എത്തും എന്നൊക്കെ. അതൊക്കെ ഉണ്ട്. അതിന് ഇങ്ങനെ ഞാനൊരു ഇത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് പറയേണ്ടത് പറയണ്ടേ. നീറ്റ് ഒക്കെ എഴുതി അവള് വലിയ ലെവലിലെത്തട്ടെ. അതൊക്കെ ഇവിടെ വ്യാഴദശയിൽ അതൊക്കെ നടക്കുന്ന കാര്യം തന്നെയാണ്. വ്യാഴം പഠനത്തിന് ഇത്രയും ബലവാനായ വ്യാഴം പഠിക്കാൻ വളരെയേറെ സഹായിക്കും. മാത്രമല്ല വർഗോത്തമം ചെയ്ത വ്യാഴമാണ്. വർഗോത്തമത്തിൽ ജന്മം ശുഭകരമാണ് എന്ന് ഒരു വർത്തമാനം വേറെയും ഉണ്ട്. അപ്പോൾ വർഗോത്തമം ചെയ്ത ചിങ്ങത്തിൽ അതിബലവാനായ ലഗ്നാധിപനായ വ്യാഴത്തിൻ്റെ ദശ പഠനകാര്യത്തിലും ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്. മാത്രമല്ല അങ്ങനെ ജോലി സമ്പാദിക്കേണ്ട ഒരു കുട്ടി തന്നെയാണിത്. കാരണം ജോലി ഒക്കെ സ്വന്തമായിട്ട് വിവാഹ ജീവിതമൊക്കെ പറയാൻ പറ്റില്ല, അങ്ങനെ ഉള്ളൊരു ജാതകമാണ്. വിവാഹ ജീവിതത്തിൻ്റെ പിന്നെ പൂർണ്ണതയെക്കുറിച്ചൊന്നും വാക്ക് തരാൻ പറ്റാത്ത ജാതകമാണിത്. അപ്പം അതുകൊണ്ട് തന്നെ പഠിച്ച് ജോലി വേണം നിർബന്ധമായിട്ട്. അപ്പോൾ അവള് ഇപ്പം പഠിച്ചിട്ട് വലിയ നല്ല നിലയിൽ തന്നെ ഉയർന്നു വരട്ടെ. അത് പിന്നെ എപ്പോഴും അവളെ കാര്യം സുരക്ഷിതമായാലും. ഇപ്പം വിവാഹമൊന്നും ആരും വലിയ പ്രാധാന്യത്തോടു കൂടി കാണാതൊരു ലോകമല്ലേ ഇത്. അപ്പോൾ അതുകൊണ്ട് അല്ല, നിങ്ങളുടെ ചിന്താഗതി അങ്ങനെയല്ല. നിങ്ങൾക്ക് മകളുടെ നല്ല ഇപ്പം തന്നെ നിങ്ങളൊന്ന് ഞെട്ടിയിട്ടാണ് ഉള്ളത്. എന്താണ് ഇന്ദുലാൽ നാരായണൻ ഇങ്ങനെ പറഞ്ഞു കളഞ്ഞതെന്ന് ഇവിടെ കാണുന്ന പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ അത്തരം കുട്ടികൾ കൂടുതൽ ജോലിയുടെ കാര്യത്തിൽ കൂടുതൽ അലർട്ടാവുകണം, അല്ലെങ്കിൽ ശ്രദ്ധ വെക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഏതായാലും ഇപ്പം നീറ്റ് പരീക്ഷ അവൾ ഈ വ്യാഴത്തിൻ്റെ ദശയുടെ ഗുണം കൊണ്ട് പാസ്സാവേണ്ടതാണ്.
നല്ലൊരു റാങ്ക് അവൾക്ക് കിട്ടേണ്ടതാണ്. പക്ഷേ നീറ്റൊക്കെ ഇപ്പോൾ എന്തൊക്കെയോ ആണെന്നാണ് പറയുന്നത്. അവിടെയൊക്കെ വടക്കേ ഇന്ത്യയിലൊക്കെ എന്തൊക്കെയോ കളികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും വന്നു കളയോ എന്നറിയില്ല. അത് നിങ്ങൾ വാർത്ത വായിച്ചു കാണുമല്ലോ. നീറ്റിൻ്റെ എക്സാം നീറ്റല്ല എന്നുള്ളതാണ്. അപ്പോൾ നീറ്റല്ലാതെ എക്സാം നീറ്റ് എന്ന് പറഞ്ഞ് നടത്തി കഴിഞ്ഞാൽ അത് അതിനെക്കൊണ്ട് വരുന്ന നമ്മളെ പാവം കേരളത്തിലുള്ള പാവം കുട്ടികളൊന്നും അങ്ങനെയുള്ള കളികൾക്കൊന്നും പോകുന്നവരല്ല. അവർ പാലയിലും മറ്റൊക്കെ പോയിട്ട് പഠിച്ചിട്ട് അങ്ങനെ അല്ലെങ്കിൽ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും എടുത്തിട്ട് കള്ളക്കളിയൊന്നും കളിക്കാതെയാണ് പരീക്ഷ ചെയ്യുന്നത്. പക്ഷേ വടക്കേ ഇന്ത്യക്കാർ അങ്ങനെയല്ല. കുറേ ആൾക്കാർ കുറേ സ്റ്റേറ്റിലുള്ള ഇത് അതിലെന്തെല്ലോ ഒത്തുകളിയും കള്ളക്കളിയൊക്കെ ഉണ്ട് എന്ന് വാർത്തകൾ കാണുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു റിസൾട്ടിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. എന്തൊക്കെയോ അതിൽ പിന്നെ രണ്ടാമതും അത് കുറേ പരീക്ഷ മാറ്റുന്നുണ്ടെന്നൊക്കെ പറയുന്നതൊക്കെ വാർത്തയിൽ കണ്ടു. ഏതായാലും നമ്മളെ കുഞ്ഞുങ്ങൾ പരീക്ഷയൊക്കെ കൃത്യമായിട്ട് എഴുതുന്നവരാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളെ മകളുടെ സമയത്തിൻ്റെ ആനുകൂല്യം കൊണ്ട് ഇവൾക്ക് ഇത് ശരിയായി വരേണ്ടതാണ്. ഈ വ്യാഴത്തിൻ്റെ അത്രമാത്രം ബലവാനായ വ്യാഴമായതുകൊണ്ട് സംഗതി ഇവൾക്ക് അനുകൂലമായിട്ടൊക്കെ വരേണ്ടതാണ്. എൻജിനീയറിങ് ശോഭിക്കാതൊന്നുമില്ല. പക്ഷേ ഈ കൂടുതലും ഗുണം ചെയ്യാൻ മെഡിസിൻ തന്നെയാണ്. മെഡിസിന് പോകാൻ താല്പര്യം തീരെ കാണിക്കുന്നില്ലേ? താല്പര്യമുണ്ട്, പക്ഷെ ഇപ്രാവശ്യം കിട്ടുമെന്നുള്ള ഒരു സംശയമാണ് നമുക്ക്. അതല്ല, അത് ശരി. അല്ല, കൂടുതൽ മെഡിസിനാണ് ഇത് കാണുന്നത്. അതിപ്പോൾ പിന്നെ മെഡിസിൻ്റെ പല വകുപ്പും ഉണ്ടല്ലോ. അതിൻ്റെ പിന്നെ MBBS കിട്ടിയില്ലെങ്കിലും അതിൻ്റെ ചോടത്തേക്ക് പോകാലോ. വൈദ്യത്തിലാണ് കൂടുതൽ ഗുണം കാണുന്നത്. എൻജിനീയറിങ് പറ്റാതൊന്നുമില്ല. അങ്ങനെ ഇതാവുന്നുണ്ടെങ്കിൽ അങ്ങനെ നീങ്ങട്ടെ. അങ്ങനെ നമ്മളിപ്പം പിന്നെ ഇന്നത്തെ അവളുടെ താല്പര്യവും വലിയ പ്രധാനമാണല്ലോ. അതെ, അവൾക്ക് പിന്നെ MBBS വേണമെന്നാ പറയുന്നത്. BDS അത്ര താല്പര്യമില്ല. BDS കാലം തീരെ അസ്തമിച്ച പോലെയല്ലേ. BDS ഇനി താല്പര്യം നോക്കണ്ട, അത് വലിയ പ്രാധാന്യമില്ല. പക്ഷെ എഞ്ചിനീയറിംഗ് നോക്കണമെന്നാ അവള് വിചാരിക്കുന്നത്. അതെ, അത് ശരി. അതിപ്പോ നീറ്റിന്റെ റിസൾട്ട് വന്ന റാങ്കിന്റെ കണക്ക് വന്നാലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതെ, പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒന്ന് ചെറിയ അതും പറയണല്ലോ. ഏരശനിയുടെ ഒരു തടസ്സം കുട്ടിക്കുണ്ടല്ലോ. ഇപ്പോൾ ഏരശനി മോഹങ്ങളെ പിന്നെ ഭംഗം വരുത്തുന്ന സാധനമാണല്ലോ. മോഹങ്ങൾക്ക് ഭംഗം വരുത്തുക എന്നുള്ളതാണ് ഏരശനിയുടെ ഫലം. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് വിഘാതമുണ്ടാക്കുക. അപ്പോൾ അത്തരത്തിൽ ഏരശനിയുടെ ഒരു ദോഷം നിങ്ങളുടെ മകൾക്ക് ഒരു കൊല്ലം കൂടി ഉണ്ട്. അത് ഇതിൻ്റെ ഇടയിൽ പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ദശാഫലമാണ് കൂടുതലായിട്ട് അനുഭവിക്കുക. ദശ കൊണ്ട് അത്രമാത്രം നല്ല ദശയാണ്. അതാണ് ഇവളെ കാണുമ്പോൾ തന്നെ ഉദിച്ചു വരുന്ന പോലെ ഇല്ലേ, അതാ ദശയുടെയാണ്. ഏരശനിയുടെ കറുപ്പൊന്നും അവൾക്ക് അടിച്ചില്ലല്ലോ. ഞാൻ പറയുന്ന അർത്ഥം മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ ദശ കൊണ്ട് അതെ, അപ്പോൾ അത് ദശയുടെ ഗുണമാണെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതിന് പല അർത്ഥതലങ്ങളും ഉണ്ടാവും നമ്മളൊക്കെ പറയുന്ന വാക്കുകൾക്ക്. ഒരു വ്യക്തിയുടെ സമയം അനുകൂലമാകുമ്പോൾ ആ വ്യക്തിയെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമെന്ന്. അപ്പോൾ ദശ അത്രമാത്രം അനുകൂലമായിട്ട് നിൽക്കുകയാണ് നിങ്ങളുടെ മകൾക്ക്. പക്ഷേ ഏരശനിയുടെ ചെറിയ ദോഷമുണ്ട്. അത് ചിലപ്പോൾ മോഹഭംഗത്തിന് കാരണമായേക്കാം എന്നാണ് സൂചനകളാണ് ജ്യോതിഷം. 4 4 8 തന്നെ ആവണമെന്നില്ല. ജ്യോതിഷത്തിലും രാഷ്ട്രീയത്തിലും അങ്ങനെയുണ്ട്. അപ്പോൾ മറ്റുള്ള സ്ഥലത്തെല്ലാം 4 4 8 തന്നെയാണ്. ജ്യോതിഷത്തിലും രാഷ്ട്രീയത്തിലും അത് 7 ആവാം, 6 ആവാം, അങ്ങനെ പലതും ആവാം. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ 9 ആവാം. അപ്പോൾ അതുകൊണ്ട് ജ്യോതിഷത്തിന് അങ്ങനെ ഒരു മുറിച്ച് പറയാൻ പറ്റില്ല. അതിൻ്റേതായ ചില പരിമിതികളുണ്ട്. സാധ്യതകളും സൂചനകളുമാണ് ജ്യോതിഷി നിങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ടാണ് ഈ മരണത്തെക്കുറിച്ചൊന്നും പറയരുതെന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് മരണമൊക്കെ നമ്മൾ ആര് നിശ്ചയിച്ചാലും അതിനെയൊക്കെ മറികടന്നിട്ട് വേറെ ചില ഫലങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ടാണ് അതേക്കുറിച്ചൊന്നും പറയാൻ പാടില്ല എന്ന് പറയുന്നത് വിവരമുള്ളവർ. പിന്നെ ഓരോരുത്തരും വെറുതെ ഇങ്ങനെ വായി തോന്നിയത് തട്ടും. 14 ദിവസം കൊണ്ട് ചത്തുപോകും എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അയാൾ 14 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെയും നല്ല പാൽപ്പായസം കുടിച്ചിട്ട് പിറന്നാൾ ആഘോഷിക്കും. അതുകൊണ്ട് അങ്ങനെയൊന്നും ഞാൻ പറയാറില്ല. ഏതായാലും ഇങ്ങനെ ഒരു ഇതുണ്ട്. ഏതായാലും മകൾക്ക് നല്ലത് വരട്ടെ, നന്നായി അവളുടെ ജീവിതം ശോഭിച്ച് വരട്ടെ. ഓക്കെ, ഞാൻ പറഞ്ഞ മറ്റേ കാര്യത്തിന് കുറച്ച് ദോഷമുണ്ട്. അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ മുൻകൂട്ടി ചെയ്യുന്നതും നല്ലതാണ് വിവാഹ സംബന്ധമായിട്ട്.
അതൊക്കെ ആ ആ അത്തരം വിവാഹത്തിന്റെ അത്തരം വിശ്വാസം ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് കാണാം. വ്രതങ്ങളൊക്കെ മുൻകൂട്ടി എടുക്കുന്നതൊക്കെ നല്ലതാണ്. ആ ആ ഓക്കെ 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 ഓക്കെ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ദേവിയുടെ ഈ പിന്നെ പിന്നെ ഇതിനെക്കുറിച്ചാണ്. പിന്നെ മൂകാംബികയിൽ ഉള്ള അല്ലെ കൊടജാദ്രി മലയിൽ നിന്ന് വരുന്ന ജലം, അതൊക്കെ സൗവർണികയിൽ ഇപ്പം പോകുന്നവർക്ക് അതിൻ്റെ ഒരു കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞതാണ്. അവിടെ ഞാൻ തന്നെ ഇപ്പോൾ 6 മാസത്തിന് ശേഷം മിനിഞ്ഞാന്നാണ് കുളിച്ചത്. അവിടെ 6 മാസമായിട്ട് കുളിച്ചിട്ടില്ല. കാരണം അത് വെള്ളം മോശമാവും. ഈ ടൂറിസ്റ്റുകൾ വല്ലാതെ നമ്മളെ എല്ലാ ക്ഷേത്ര പരിസരത്തെയും ഒരുമാതിരിയാക്കി തീർക്കുന്നുണ്ട്. ഭക്തിയില്ലാതെ വെറുതെ ഇങ്ങനെ ടൂർ പോകുന്ന കൂട്ടത്തിൽ അങ്ങനെ മൂകാംബികയിൽ പോകുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അവർക്ക് അതിൻ്റെ നദിയുടെ പവിത്രത കാത്ത് സൂക്ഷിക്കണമെന്നുള്ള വിചാരമൊന്നുമില്ല. പിന്നെ അവിടെയുള്ള ലോഡ്ജിലെ മലിനജലവും ഒക്കെ വരുന്നതൊക്കെ ഈ ഇതിലേക്ക് തന്നെയാണ്. അതാണ് വലിയൊരു പ്രശ്നം. പക്ഷേ മഴക്കാലത്ത് എന്താണെന്ന് പറഞ്ഞാൽ കുറേയൊക്കെ കുത്തിയൊലിച്ചങ്ങ് പോകും. അതുകൊണ്ടാണ് മഴക്കാലത്ത് ഇവിടെ കുളിക്കാമെന്ന് പറയുന്നത്. വേനൽക്കാലത്ത് കുളിക്കുന്നത് കുറച്ച് പിന്നെ അത്ര ഗുണമല്ല. കാരണം കെട്ടിക്കിടക്കുന്ന ഒരുമാതിരി വെള്ളമാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താ ഇപ്പം ദേവിയുടെ പുണ്യനദിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുതന്നെയാണ് നമ്മുടെ പമ്പയുടെയും അവസ്ഥ. പമ്പയും പുണ്യനദിയായിട്ട് നമ്മൾ വിശ്വസിക്കുന്നു. പിന്നെ ഗംഗയെക്കുറിച്ചും ഇങ്ങനെ പറയുന്നത്. പക്ഷെ ഗംഗയ്ക്ക് എന്തോ സ്വയം ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് ഗംഗയിൽ 100 കണക്കിന് ശവമായാലും ഒന്നും പ്രശ്നമില്ല എന്നുള്ളൊരു വർത്തമാനമുണ്ട്. നേരിട്ട് ഗംഗയിൽ കുളിച്ചിട്ടില്ല, അതുകൊണ്ട് പറയാനാവില്ല. ഏതായാലും പിന്നെ ഈ പറയുന്ന ദേവിയുടെ ഈ മാഹാത്മ്യത്തിൽ പറയുന്ന പല കാര്യങ്ങൾക്കും ദൃഷ്ടാന്തങ്ങൾ മൂകാംബികയിൽ തന്നെയാണ്. ദേവിയുടെ ഈ പിന്നെ എല്ലാ ശക്തികളും കൂടി ചേർന്നുകൊണ്ട് ദേവിക്ക് അപാരമായ അല്ലെങ്കിൽ ആർക്കും തടുക്കാനാവാത്ത രൂപത്തിലുള്ള ശക്തി പ്രദാനം ചെയ്തു എന്നൊക്കെ വിശ്വസിക്കുന്ന ആ ഒരു സംഗതിയൊക്കെ അവിടെ തന്നെയാണ്. അവിടെയുള്ള ജ്യോതിർലിംഗം, ആ ജ്യോതിർലിംഗത്തിൻ്റെ അനന്തമായ ശക്തി, അത് പലരും അത് ശ്രദ്ധിക്കാറില്ല. ദേവി വിഗ്രഹത്തെ മാത്രം കണ്ടിട്ട് പോരുന്നവരുമുണ്ട്. ശരിക്കും കാണേണ്ടത് ജ്യോതിർലിംഗമാണ്. അത് ദേവിയുടെ തൃപ്പാദത്തിന് ചുവടെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഒരു വട്ടത്തിലുള്ളൊരു തളിക കൊണ്ട് അത് മറച്ചു വെച്ചിട്ടുണ്ടാകും. അതെല്ലാ സമയവും ഉയർത്തില്ല. രാവിലെയും മറ്റൊക്കെ അത് പോയാൽ കാണാൻ പറ്റും. അഭിഷേക സമയത്തും മറ്റൊക്കെ 2-3 സമയങ്ങളുണ്ട് അത് കാണിക്കുന്ന. ആ സമയത്ത് പോയാൽ, അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും പൂജാരിമാരെ പരിചയമുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാലും അവരത് ഒന്ന് പൊന്തിച്ച് കാണിച്ചു തരും. അത് കാണേണ്ടത് തന്നെയാണ്. അതിൻ്റെ അപ്പുറത്താണ് ഈ സുവർണ രേഖയുള്ളത്. അതിൻ്റെ ഒരു ഭാഗത്ത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും ഒരു ഭാഗത്ത് പരാശക്തിയും കുടികൊള്ളുന്നതായിട്ട് വിശ്വാസം. ഒക്കെ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ പരിപൂർണമായ വിശ്വാസങ്ങൾ ഉണ്ടാകും. മറ്റുള്ളവർക്കതൊരു കല്ല് മാത്രമായിരിക്കും. ടൂറിസ്റ്റായിട്ട് പോകുന്ന ഒരു ആൾക്ക് അതൊരു കല്ല് മാത്രം, കറുത്ത ഒരു കല്ല് അവിടെ ഉണ്ടെന്ന് മാത്രം പറയും അയാൾ. നമ്മളിത് ജ്യോതിർലിംഗമാണെന്നും അതിനപാരമായ ശക്തിവിശേഷങ്ങളുണ്ടെന്നൊക്കെ നമ്മൾ പോലെയുള്ള ഭക്തന്മാർ പറയും. ഒരു കോളുണ്ട്. ഹലോ 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 എവിടെ നിന്നാണ് വിളിക്കുന്നത്? ചക്കരക്കല്ല് അശ്വന്തിന്റെ. പേരൊന്നും വേണ്ട, ഡേറ്റ് പറയൂ. ഡേറ്റ് 2007 പിന്നെ എടവം 29 എടവ മാസാണ്. മെയ് 29 മെയ് 29. ഓനിപ്പോ +2 പിന്നെ സെക്കൻഡ് ഇയർ രണ്ടാമത് എഴുതിയിട്ട് റിസൾട്ട് അറിഞ്ഞിട്ട് കാത്തിരിക്കുകയാണ്. സമയം പറയൂ എന്നിട്ടല്ലേ. സമയം ഉച്ചക്ക് 2 മണി.
ചോതി നക്ഷത്രം. ചോദ്യ നക്ഷത്രം. അവന്റെ സമയം സമയമൊക്കെ നല്ലതാ. എന്നിട്ടും പിന്നെ എന്താണ് അവന് +2 ആദ്യം കിട്ടിയില്ലെന്നല്ലേ പറഞ്ഞത്? അല്ല, കിട്ടീനി. അവന് ഫുൾ മാർക്ക് ഉണ്ട്. പിന്നെന്താ നിങ്ങളിപ്പം പറഞ്ഞത് എന്താണ്? അല്ല, ഓന്റെ സമയം ഓന് ഏതിൽ മേഖലയിലാക്കാണ് അതെ, നല്ല സമയമാണ് +2. അതാ ഞാനും ആകെ ഞെട്ടിയത്. എന്താണ് നിങ്ങൾ പറഞ്ഞതിലുള്ള കൺഫ്യൂഷനാണ്. അത് ഞാൻ തെറ്റി. +2 പരീക്ഷ എഴുതിയിട്ട് നിൽക്കുകയാണ് അല്ലേ? എഴുതിയിട്ട് ശരി ശരി. റിസൾട്ട് പിന്നെ ഇനി പറയാനുണ്ട് അല്ലേ? എല്ലാം 93 മാർക്ക് ഇട്ട് ഓന് റിസൾട്ട് കിട്ടി. സോറി റിസൾട്ട് കിട്ടി. ഇനി 93 മാർക്ക് ഉണ്ട്. അപ്പോൾ ഇനി അതെ, അവന് ഇപ്പം വ്യാഴദശയാണ്, ശുക്രന്റെ അപഹാരമാണ്, പഠനത്തിലൊക്കെ ഏറ്റവും നല്ല കാലഘട്ടമാണ്, പഠിച്ചു മുമ്പോട്ട് പോകാം. അതിനെന്താണ് പ്രശ്നം? അല്ല, ഓന് പിന്നെ പാരാമെഡിക്കൽ കോഴ്സിലേക്കാണ്. അതെ, അവന് ഏത് കോഴ്സാണോ പറയുന്നത് അവിടെ ചേർക്കൂ. അവന് പിന്നെ മാത്രമല്ല ബുധനൊക്കെ എത്രമാത്രം ശക്തിയുണ്ട് കുട്ടിക്ക്. പിന്നെ ധർമ്മകർമ്മ രാജയോഗമുള്ള കുട്ടിയാണ്. വലിയ ലെവലിലേക്ക് എത്താൻ പോകുന്ന ഒരു കുട്ടി തന്നെയാണ്, യാതൊരു സംശയവും ഇല്ല. പിന്നെ മധുരമായി സംസാരിക്കാനും അറിയാം. ആരെയും വെറുപ്പിക്കാതെ, ആരെയും നല്ല പെരുമാറ്റമാണ്. പെരുമാറ്റം മാത്രമല്ല സ്വഭാവവും നല്ലതാണ്. പെരുമാറ്റം നന്നായിട്ട് കാര്യമില്ല, സ്വഭാവം നന്നാണ്ട്. അപ്പൊ ഇത് രണ്ടും നല്ലതായ കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഭാവിയുണ്ട് കുട്ടിക്ക്. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് അവൻ പറയുന്ന അവൻ ഏതാ പാരാമെഡിക്കൽ കോഴ്സോ ഏതാണെന്ന് അവൻ തീരുമാനിക്കട്ടെ. നമ്മളതിൽ ഇടപെട്ടിട്ട് നമുക്കൊന്നും അതിൽ ഇടപെടാനില്ല. അതെല്ലാം പണ്ടായിപ്പോയി. ഇപ്പം കുട്ടികൾക്ക് തന്നെ എല്ലാം സിസ്റ്റത്തിൽ നോക്കി അവർ തന്നെ ഏതൊക്കെ കോഴ്സാണ് എന്തൊക്കെയാണെന്നൊക്കെ അവരെ മൊബൈലിൽ നോക്കി അവർ തന്നെ എല്ലാം കണ്ടുപിടിച്ചോളും. പലതരത്തിലുള്ള കോഴ്സ് ഉണ്ട്. അവനും പറയുന്ന കോഴ്സിന് നിങ്ങൾ ചേർക്കുക, നല്ല നിലയിലായിത്തീരും. അതുമാത്രമേ എനിക്ക് പറയാൻ പറ്റും. ഇത് ഈ ചെക്കൻ നന്നാവുമോ ഇല്ലയോ അത് പറയാൻ എന്നെ കൊണ്ട് പറ്റും. അത് ഏത് വഴിയിലൂടെ നന്നാവുമെന്നൊന്നും ഞാനിവിടെ പ്രവചിക്കാൻ നിൽക്കുന്നില്ല. ഏത് വഴിയിലായാലും അത് നന്നായി വരും. ആ വാക്ക് അവിടെ മൂർധാവിൽ വെക്കുക. എവിടെ വെക്കണം? മൂർധാവ് എന്ന് പറഞ്ഞാൽ എവിടെയാ? ഇവിടെ അല്ലേ? അപ്പോൾ ഇന്ദുലാൽ പറഞ്ഞ വാക്ക് മൂർധാവിൽ വെക്കുക. ഓക്കെ, അതിലെല്ലാം അടങ്ങിയിരിക്കുന്നു. സമാധാനായില്ലേ? ശരി, ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ദേവിയുടെ ഈ പിന്നെ ദേവിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ പല കാര്യങ്ങളും പ്രത്യേകിച്ച് മൂകാംബികയിലേക്ക് എത്തിപ്പോയാൽ പിന്നെ എൻ്റെ വർത്തമാനങ്ങൾക്ക് ഒരു പ്രത്യേകത വരുമല്ലോ. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ. കാരണം എന്തോ അങ്ങനെ ഒരു ബന്ധം, അത് ചിലപ്പോൾ ജന്മജന്മാന്തര ബന്ധം എന്നൊക്കെ പറയുന്നില്ലേ, പാട്ട് പറയുന്ന പോലെ ജന്മജന്മാന്തര ബന്ധം എന്നൊക്കെ, അങ്ങനെയുള്ളൊരു ബന്ധമായിരിക്കാം മഹാദേവിയുമായിട്ട് എനിക്കുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അത് എൻ്റെ ഭാഗത്തും ദേവിയുടെ ഭാഗത്തും ഈ വിഷയത്തിൽ എന്തൊക്കെയോ ഉണ്ട്. അത് കൃത്രിമമാണെങ്കിൽ ഇത് പണ്ടേ എല്ലാം തീർന്നിട്ടുണ്ടാവില്ലേ? കൊട്ടിയൂരുത്സവം പോലെ പലരുടെയും കാര്യം നമ്മൾ അങ്ങനെ കാണുന്നില്ലേ? അങ്ങനെ നമ്മളെ നാട്ടിൽ പറയുന്ന പോലെ കൊട്ടിയൂരുത്സവം പോലെ നാളെ തീരുകയാണ് കൊട്ടിയൂരുത്സവം. ഇപ്പം കലപൂജയുടെ അവസാന ഘട്ടത്തിലാണ്. കലപൂജ കഴിഞ്ഞ് അതിൻ്റെ നിഗൂഢമായ പൂജകൾ നാളെ മൂടിക്കഴിഞ്ഞാൽ നാളെ കൊണ്ട് എല്ലാവരും വറ്റടി കർമ്മം കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങോട്ട് പോരും. ഈ പറഞ്ഞതുപോലെ കൊട്ടിയൂരിനെ കൊണ്ട് ഈ മൂകാംബികയെക്കുറിച്ച് പറയുന്ന പോലെ കൊട്ടിയൂരിലും ശിവശക്തി ചൈതന്യത്തിൻ്റെ സമ്പൂർണതയാണ്. അതുകൊണ്ടാണ് ലക്ഷങ്ങൾ അങ്ങോട്ടേക്ക് ഗമിക്കുന്നത്. പതിവ് ഞാനും പോയി എല്ലാ വർഷവും വെക്കുന്നത് പോലെ സ്വർണ്ണക്കുടം വെച്ച് ഇപ്രാവശ്യവും തിരിച്ചു പോകുന്നു. ഭാര്യയെയും കൂട്ടിപ്പോയി അത് ആ കർമ്മം ചെയ്തിട്ടിങ്ങ് പോകുന്നു. അത് അവിടുത്തെ ഒരു പ്രധാന കർമ്മമാണ്. എന്തെങ്കിലും കാര്യങ്ങൾ നടക്കേണ്ടവർക്കൊക്കെ അത് പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. പിന്നെ ഈ ശയനപ്രദക്ഷിണവും രോഗശമനത്തിനും മറ്റൊക്കെ പലരും പ്രാർത്ഥിക്കുന്നതാണ്. അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ വെക്കുന്നതും കുറച്ച് കടുപ്പമാണ്. ഇപ്പോൾ പക്ഷേ പഴയ പോലെ ഉരുളങ്കല്ലല്ല. കൊട്ടിയൂരിലെ തിരുവഞ്ചേരിയിൽ കല്ല് പാകിക്കഴിഞ്ഞു. അതുകൊണ്ട് പണ്ടത്തെ പോലെ കിടന്നുരുളുമ്പോൾ ഉള്ള കഷ്ടപ്പാടില്ല. പണ്ട് തിരുവഞ്ചേരിയിൽ നടക്കാൻ തന്നെ പാടായിരുന്നു. പക്ഷെ അതായിരുന്നു നല്ലത്. കാരണം ഈ ശരീരത്തിലൊക്കെ ഓരോ കല്ലങ്ങ് തറച്ച് കയറുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു ഫീലിംഗ് ആയിരുന്നു. ഇപ്പം അതില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കാലത്തിൻ്റെ മാറ്റം. ദേവസ്വം അത് വേണ്ട രൂപത്തിൽ ചെയ്യണമല്ലോ. ആരെങ്കിലും കല്ല് എന്തെങ്കിലും കല്ലിനെ കൊണ്ട് എന്തെങ്കിലും പറ്റിയാലും
അപ്പം പോകുന്നവരെല്ലാവരും ഭക്തന്മാരൊന്നും ആയിരിക്കണം എന്നില്ലല്ലോ, അതിനും ഉത്തരം പറയണ്ടേ. തലയടിച്ച് വീണ് കഴിഞ്ഞാൽ അത് വേറൊരു കല്ലിനാ പോയി തലയടിക്കുന്നുണ്ട്, അതിനും ദേവസ്വം ഉത്തരവാദിത്വം പറയേണ്ടി വരുമല്ലോ. അപ്പോൾ പത്രക്കാരെല്ലാം വേറെയല്ലേ എഴുതുക. അപ്പോൾ അവിടെയൊക്കെ കല്ല് പാവിയിരിക്കുന്നു. ഇപ്പം ഉരുളേണ്ടവർക്ക് നല്ലതാണ്, കൂടുതൽ കഷ്ടപ്പാടില്ലാണ്ട് ഉരുളാൻ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്ന പരിപാടിയുണ്ട്. അത് പന്തക്കിടാങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരാണ് ഉരുളുക. അത് അവർക്ക് ദക്ഷിണ കൊടുത്തിട്ട് അവർ ഉരുളും. അങ്ങനെയൊക്കെ ഈ കൊട്ടിയൂരിൽ ഒരുപാട് ചടങ്ങുകളുണ്ട്. നമുക്ക് ഇനി കുറച്ച് വിഷമം തീർന്നുകൊണ്ട് എല്ലാവർക്കും ഉരുളാൻ പറ്റുമെന്ന് വിചാരിക്കുക. പണ്ടത്തെ കാലത്ത് അങ്ങനെ എല്ലാവർക്കും ഒന്നും ഉരുളാൻ പറ്റില്ല. നല്ല ശരീരം, ബോഡി ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. കൊട്ടിയൂരെ ശയനപ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ കടുപ്പം തന്നെയാണ്. മൂകാംബികയിലും ഗുരുവായൂരും പോലും ഒന്നല്ല. ഏതായാലും ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? വടകര. പറയൂ, ഡേറ്റ് പറയൂ. 7/9/1999. 11:30 രാവിലെ. ആയില്യം ആണാണോ? ആണിൻ്റെ ആണോ പെണ്ണിൻ്റെ ആണോ? ആണിന്റെ. എന്താണ് അറിയേണ്ട വിഷയം പറയൂ. അവന്റെ ജോലി സംബന്ധമായ. ഇപ്പം ജോലിക്ക് കയറിയോ? ജോലിക്ക് കയറി ഞാൻ എയർപോർട്ടില്, കൊച്ചി എയർപോർട്ടില്. പക്ഷെ അതിപ്പം നിർത്തി ഗൾഫിൽ ഒരു വിസിറ്റിങ്ങിന് പോണെന്നാ. ഗൾഫിലേക്ക് പോകേണ്ട പരിപാടിയുണ്ട്. നടക്കുന്നത് ശുക്രദശയാണ്. പൊതുവെ അനുകൂലമായ കാലഘട്ടം തന്നെയാണ്. പിന്നെ ജോലി സംബന്ധമായിട്ട് ഉയർച്ച വരും എന്നുള്ള ഫലവുമുണ്ട്. പക്ഷേ ഒരു 26 വരെ പൂർണ്ണമായ സമയം തെളിയില്ല. ഇപ്പം സ്വാപഹാരമാണ് നടക്കുന്നത്. ഏത് ഗ്രഹത്തിൻ്റെയും സ്വാപഹാര കാലഘട്ടം അത്ര ഗുണമാവില്ലെന്നാണ് ശാസ്ത്രഫലം. അതുകൊണ്ട് അത് കഴിഞ്ഞാലായിരിക്കും കൂടുതൽ ഉയർച്ച. അതായത് 26-ന് ശേഷമായിരിക്കും വലിയ ഉയർച്ചയിലേക്ക് പോവുക. 2026, 2 കൊല്ലം കൂടി കഴിഞ്ഞിട്ട്. ശുക്രൻ ഭൗതിക നേട്ടങ്ങളുടെ ആളാണ്. ഭൗതികമായിട്ടുള്ള ഉയർച്ച, അതാണ് ശുക്രൻ്റെ പണി. പിന്നെ ഇവനൊക്കെ എവിടെയും പോയാൽ ദൃഢഗാത്രനാണ്, നല്ല ആരോഗ്യമുള്ളവനാണ്. അതുകൊണ്ട് അതൊക്കെ എവിടെയെങ്കിലും ജോലിക്കൊക്കെ പോകുമ്പോൾ നല്ലതാണ്. ഒരു കരുത്തുള്ള ശരീരമായിരിക്കും അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ഒരു അധികം തടിയില്ലാതെ പാകത്തിനുള്ള തടിയുള്ള ഒരു കരുത്തൻ, നല്ല ശക്തിയും ഉണ്ടാവും. അത് തന്നെ. അങ്ങനെ കുറേ പൊണ്ണത്തടി ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. എയർപോർട്ടോ? എയർപോർട്ടിൽ. അതല്ലേ ഞാൻ പറഞ്ഞു, ഭൗതിക നേട്ടത്തിൻ്റെ ആളാണ് ശുക്രൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഭൗതിക നേട്ടം എന്ന് പറയുന്ന പണമല്ലേ. എയർപോർട്ടിലൊക്കെ നല്ലൊരു ജോലി കിട്ടിയിട്ട് അങ്ങനെ പൊന്തി വരും. പക്ഷെ 1-2 വർഷം ഇങ്ങനെ ഒരു ഇതുണ്ട്, അതിൻ്റെ ഇത് കുറച്ചൊരു തടസ്സമുണ്ടാവും. അതിനെന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. എന്തെങ്കിലും അവന് അത്രയും വിശ്വാസമുള്ളവനാണെങ്കിൽ അവനോട് എന്നെ വന്ന് കാണാൻ പറയൂ, വേണ്ടത് ചെയ്തു കൊടുക്കാം. അങ്ങനെ പേടിയുണ്ടെങ്കിൽ പേടി മാറ്റാനാണല്ലോ ഞാനിങ്ങനെ ഈ ഭൂമിയിൽ അവതരിച്ചത്. മറ്റുള്ളവരുടെ പേടി മാറ്റുന്ന ആളല്ലേ ഞാൻ. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ പേടിയുണ്ടെങ്കിൽ വന്ന് കാണാൻ പറയൂ, അതങ്ങ് തീർത്ത് കളയാം. തമാശ പറഞ്ഞതല്ല, കാര്യം പറഞ്ഞതാ. വെറുതെ ഇങ്ങനെ തട്ടുന്നതല്ല. തട്ടേണ്ട ഗതികേടൊന്നുമില്ല. നിങ്ങൾക്ക് ബോധിച്ചെങ്കിലും വന്നാൽ മതി. എനിക്ക് വേണ്ടി വരണ്ട, എനിക്കിഷ്ടം പോലെ ആളുണ്ട്. നിങ്ങൾ വന്നിട്ട് എനിക്ക് അരി മേടിക്കണ്ട. നിങ്ങൾക്ക് കാര്യം നേടണ്ടെങ്കിൽ നിങ്ങൾ വന്നോളുക. എന്നെ നന്നാക്കാൻ നിങ്ങളാരും വരണ്ട. ഞാൻ ഓൾറെഡി നന്നായി കഴിഞ്ഞു.
അതുകൊണ്ട് എന്നെ വിട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നോ. അയ്യോ ഇന്ദുലാൽ ആകെ കഷ്ടപ്പാടാ, ഇന്ദുലാലിന് അരി മേടിക്കണ്ടേ, അതുകൊണ്ട് എന്തെങ്കിലും കൊണ്ടേ കൊടുത്ത് കളിയാന്നല്ല ആ വിചാരം ഒരാൾക്കും വേണ്ട കേട്ടോ. ഇന്ദുലാലിന് വേണ്ടതായി, അതുകൊണ്ട് പിന്നെ ഇന്ദുലാലിൻ്റെ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ച് വെക്കുന്ന സൂക്കേടും ഇല്ല, ആ വിചാരവും ഇല്ല. കാരണം അങ്ങനെ സമ്പാദിച്ച് വെച്ചിട്ട് ഒരു കാര്യവുമില്ല. അവരവരുടെ പാടും കൊണ്ട് നടക്കട്ടെ, അല്ലാതെ നമ്മൾ സമ്പാദിച്ചിട്ട് മക്കൾക്ക് കൊടുത്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. അത് വെറും വിഡ്ഢിത്തരാ. ഈ ഒരു ഇത് പലരിലും ഏറ്റവും വലിയ വിഡ്ഢിത്തരാ അതാ. അവരുള്ളതല്ല, അവർ ഒരു നല്ല ഷർട്ട് പോലും ഇടാതെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് മക്കൾക്ക് കൊടുക്കും. എന്ത് കാര്യം, ലോക പൊട്ടൻ നമ്മളെ. ഓ കല്യാണമൊക്കെ ശുക്രദശയല്ലേ, അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് നടക്കുന്നേ. അതല്ല നമ്മൾ എന്തിനാ ഈ ആൺപിള്ളേരുടെ കാര്യത്തിൽ ഇപ്പോഴേ 24 വയസ്സുള്ള പയ്യൻ്റെ കല്യാണത്തിനെ പറ്റിയൊക്കെ ബേജാറാവുണ്ട്. അതൊക്കെ അവൻ കണ്ടുപിടിച്ചോളും. അതൊക്കെ കണ്ടുപിടിക്കാൻ അവന് കഴിവില്ലേ, അവനെന്താ മോശ? നിങ്ങളെ കണ്ണിലല്ലേ അവൻ വെറും പയ്യൻ. അത് തന്നെ ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞില്ലേ. പിന്നെ എന്തിനാണ് എന്നെ കുത്തി നോക്കുക നിങ്ങൾ? ഞാനിപ്പോൾ എല്ലാം വിളിച്ചു പറയുന്നത് നിർത്തി, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഒതുക്കി പറയുന്നതാണ്. അതൊക്കെ അവൻ കണ്ടുപിടിച്ചോളും, നമ്മളതിനെക്കുറിച്ചൊന്നും. അത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ നടന്നോളൂന്ന്. ഇപ്പോൾ ഉള്ള സ്വാപഹാരം 2 കൊല്ലം മോശമുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ട്രാക്കിലേക്ക് വരും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും നിങ്ങളുടെ മകന്. ഈ ശുക്രൻ നന്നായിട്ട് അവനെ ഉയർത്തി വിടും. നിങ്ങൾ സമാധാനത്തിലിരിക്കൂ. ഓക്കെ, പേടിയുണ്ടെങ്കിൽ മാറ്റണമെങ്കിൽ എൻ്റെ ഇന്ദുലാലിനെ കാണാൻ പറയൂ. ഓക്കെ 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 അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദൈവികമായ കർമ്മങ്ങളൊക്കെ ഇത്ര അമിതമായിട്ട് വരുന്നതിൻ്റെ പിന്നിലൊക്കെ ജന്മജന്മാന്തര ബന്ധങ്ങൾ തന്നെയാണ്, അത് യാതൊരു സംശയവുമില്ല. അങ്ങനെയല്ല എങ്കിൽ എന്താണ്, അത് സ്വാഭാവികമായിട്ടും അത് അസ്തമിച്ചു പോകും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാലം വരെയും ഇങ്ങനെ തന്നെ പോകും. അപ്പോൾ അതിൻ്റെ അർത്ഥം പിന്നെ ശ്വാസം നിലക്കുന്നത് വരെ ദേവിയുടെ കാര്യത്തിലൊരു വിട്ടുവീഴ്ചയും എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാൻ ഒരു സാധ്യത, 1% പോലും സാധ്യതയില്ല. പിന്നെ മരണത്തിൽ ദേവി ഇടപെടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ആരുടെ മരണത്തിലും. അങ്ങനെ ഇടപെടേണ്ടതായിരുന്നെങ്കിൽ ശങ്കരാചാര്യരുടെ മരണത്തിൽ 32-ാം വയസ്സിൽ ദേവിയുടെ മുലപ്പാൽ കുടിച്ചു എന്നാണ് പറയുന്നത്. ആചാര്യസ്വാമി 32-ാം വയസ്സിൽ പോയില്ലേ, മധ്വാചാര്യർ 29 വയസ്സ് പോയി, വിവേകാനന്ദൻ 42 പോയി. ആരുടെ മരണത്തിലും നമ്മളെ നാരായണ ഗുരു 70 പോയി. ഒരാളെ മരണത്തിലും ഒരു ദൈവവും ഒരു ശക്തിയും ഇടപെടില്ല. അത് പ്രപഞ്ചത്തിൻ്റെ ഒരു തത്വമാണ്. അതുപോലെ എൻ്റെ സമയത്തുമ്പോൾ ഞാനും പോകുന്നവരെ ദേവിയെ ആരാധിക്കും, അത്ര തന്നെ. ഉപാസകൻ എന്നുള്ള രൂപത്തിൽ 1 ഇഞ്ച് പോലും പുറകോട്ടേക്ക് പോകുന്ന പ്രശ്നമില്ല. അത് ദേവിക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ദേവി കൂടെ തന്നെ നിൽക്കുന്നു. മഴക്കാലത്ത് പോലും വണ്ടിയെടുത്ത് പോയിട്ട് വരാനൊക്കെ വലിയ ചിലവല്ലേ, അതൊക്കെ ദേവി എത്തിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ കാര്യത്തിൽ നിങ്ങളാരും വേവലാതി വേണ്ട, എനിക്കെല്ലാം ദേവി തരും. അത് അങ്ങനെ തന്നെയാണ് ഇപ്പം പറയാൻ എനിക്ക് താല്പര്യം. അത് അങ്ങനെ തന്നെ പറയുക തന്നെ വേണം. അത് ദേവി തന്നെയാണ്. കാരണം വയസ്സ് 60 കഴിഞ്ഞല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സാധാരണ മനുഷ്യൻ ഒരു സൈഡാവേണ്ട പ്രായമായല്ലോ. ഒരു വലിയ ഉദ്യോഗസ്ഥനായാൽ പോലും 60 വയസ്സിൽ പെൻഷനൊക്കെ പറ്റി. അപ്പോൾ ഞാനിപ്പോൾ ഒരു പെൻഷനറുടെ കണ്ടീഷനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പെൻഷനറായിട്ട് ഇരിക്കേണ്ട ഈ നാട്ടം, പിന്നെ ഈ ചില പഴയ മാഷന്മാരൊക്കെ പറഞ്ഞ പോലെ നൊഞ്ച പെൻഷൻ ഉണ്ടെന്ന് പറയും. അപ്പോൾ നൊഞ്ച പെൻഷൻ അത് അവരുടെ ഒരു സ്റ്റൈലാണ്. ഇപ്പം പെൻഷനൊക്കെ നല്ല പെൻഷനാണ്, പക്ഷെ എന്നാലും അങ്ങനെ പറയൂ, ഒരു നൊഞ്ച പെൻഷൻ കിട്ടും, അതിനെക്കൊണ്ട് ഇങ്ങനെ ഒപ്പിച്ചു പോകുന്നു ഇന്ദുലാൽ എന്ന് പറയും. അപ്പോൾ ഈ അങ്ങനെയുള്ള നൊഞ്ച പെൻഷൻ മേടിച്ചിരിക്കേണ്ട സമയമാണല്ലോ ഇത്. അതുപോലെ പ്രായം കൂടിയ ജ്യോത്സ്യനെയൊന്നും പിന്നെ ആൾക്കാർക്ക് വലിയ വിലയൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണല്ലോ ആശാരീനെ കൊണ്ടും ജ്യോത്സ്യനെ കൊണ്ടൊക്കെ അങ്ങനെയൊക്കെ ഒരു വർത്തമാനമുണ്ട്. പക്ഷേ എനിക്കതൊന്നും ബാധിച്ചിട്ടില്ലല്ലോ. എന്നെ കാണാൻ ഇപ്പോഴും ജനങ്ങൾ വളരെ ബുക്ക് ചെയ്തിട്ട് ക്യൂ നിൽക്കുകയല്ലേ. ഞാനാണെങ്കിൽ ഇപ്പം കുറച്ച് ഡിമാൻഡ് കൂട്ടി, അങ്ങനെയൊന്നും എന്നെ കാണാനും പറ്റില്ല.
അത് അത് കവാലി നമ്പൂരിനെ പോലെയൊക്കെ അങ്ങനെ വളരെ ബുക്ക് ചെയ്തിട്ടൊക്കെ, കവാലി നമ്പൂരിനൊക്കെ ബുക്ക് ചെയ്യാൻ 2 മാസം മുമ്പേ ഒക്കെ ബുക്ക് ചെയ്യണം. തളിപ്പറമ്പിൽ ഉള്ളൊരു കവാലി നമ്പൂരിയുണ്ട്. ആകെ 2 ജാതകമേ നോക്കും, 2 ജാതകം അല്ല, രണ്ടാളുടെ കാര്യം നോക്കും, പ്രശ്നം വെപ്പും ജാതകം നോക്കും, എല്ലാം ചെയ്യും അദ്ദേഹം. ജ്യോതിഷത്തിൻ്റെ ഭയങ്കര ആളാണ്, സംശയമൊന്നുമില്ല അക്കാര്യത്തിൽ. അപ്പോൾ അദ്ദേഹത്തിന് മാത്രമല്ലല്ലോ, എനിക്കും ഡിമാൻഡ് വെക്കാമല്ലോ. അപ്പോൾ ഞാനും ഇപ്പം ഡിമാൻഡ് വെച്ചു, ഞാനും കുറേ കൊല്ലമായില്ലേ. കവാലി നമ്പൂരിക്ക് മാത്രമേ ബുക്ക് ചെയ്തിട്ട് കാണാൻ പാടുള്ളൂ എന്നുള്ള നിയമം പറ്റില്ലല്ലോ. എന്നെ കാണാനും ബുക്ക് ചെയ്യണം. അത് ആ ലെവല് വേണം, അല്ലെങ്കിൽ ആ ബുക്ക് അവിടെ ഇരിക്കും, അത്ര തന്നെ. ആരുമില്ലാതെ അരി മേടിക്കാൻ പൈസ ഇല്ലാതായി പോകും. ബുക്ക് ചെയ്ത് വരാൻ ബുക്ക് ചെയ്ത് തന്നെ വരണം എന്ന് പറയാനുള്ള ഗഡ്സ് ജ്യോത്സ്യന് വേണം. അല്ലെങ്കിൽ അത് കേരളത്തിൽ ഇപ്പം 10-20 ജ്യോത്സ്യന്മാർക്കേ ഉള്ളൂ. കണ്ണൂർ ജില്ലയിൽ 2-3 ആളേ ഉള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ അങ്ങനെ അതിലേക്ക് ഉയരാനാണ് ഓരോ ജ്യോത്സ്യനും ശ്രമിക്കേണ്ടത്. അത് ആളുകളുടെ എണ്ണം, സ്വന്തം ആൾക്കാരെ അവരെ വിശ്വാസത്തിലെടുത്ത് അവർക്ക് വേറെ ആരും ആശ്രയമില്ല എന്നുള്ള തരത്തിൽ ആ ജ്യോത്സ്യൻ അയാളുടെ ജോലിയിൽ ശോഭിക്കുമ്പോഴാണ് ഈ ലെവലിൽ ഈ നിലപാട് അയാൾക്ക് സ്വീകരിക്കാൻ പറ്റുക. അത് സ്വന്തം, ഞാനൊക്കെ ആ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് സ്വന്തമായിട്ട് ആളുകളുണ്ട്, അത്രമാത്രം. അവർ എവിടെയും അത് ഞാൻ തന്നെ ഫലം പറയണം അവർക്ക് എന്നെ അല്ലാതെ വേറൊരാളെ പറ്റില്ല. ഞാൻ എത്ര കാലം ഭൂമിയിലുണ്ടോ അത്രയും കാലം, നാവ് എടുക്കുന്നിടത്തോളം കാലം അവരെന്നെ കാണാൻ വരും. ആ വിശ്വാസം വേണം, അവരെന്നെ വിട്ടുപോവില്ല. എല്ലാവർക്കും അത്തരത്തിലുള്ള അത്ര ധൈര്യം ഉണ്ടാവില്ല. അവർ ഇങ്ങനെ ബുക്ക് ചെയ്യാനൊന്നും, അവർ ആരെങ്കിലും വന്നാൽ മതി എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കും. ഒരു കോളുണ്ട്. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? പരിയാരം. പറഞ്ഞോളൂ, ഡേറ്റ് പറയൂ. 1993. സമയം 7:20 PM. രോഹിണി നക്ഷത്രം. ആരുടേതാണ്? എന്റെ തന്നെ. മോന്റെയാ? എന്റെ തന്നെ. നിങ്ങളുടെ തന്നെയാണോ? അതെ. എന്താണ് അറിയേണ്ട വിഷയം? ജോലി സംബന്ധം. ജോലിക്ക് ശ്രമിക്കുന്നുണ്ടോ? PSC ആണോ നോക്കുന്നത്? അതെ. കിട്ടുമല്ലോ. ഇപ്പോൾ ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിലുണ്ടോ? അത് എത്ര റാങ്കിലാണ് ഉള്ളത്? അത് കെട്ടിപ്പോണ്ടാണല്ലോ. അത് ഏതാണത്? ഏതാണ്? ശരി. ഏതായാലും നിങ്ങൾക്ക് ഇങ്ങനെ സർക്കാർ ജോലി ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. 10ൽ ചൊവ്വ നിൽക്കുന്നുണ്ട്. അതായത് 10ൽ ചൊവ്വ നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ജോലി സംബന്ധമായിട്ട് ചൊവ്വയും സൂര്യനും വളരെ ഗുണപ്രദമായി പറയുന്നു. ലഗ്നേ നാസ്തി ബുധശുക്രോ കേന്ദ്രേ നാസ്തി ബൃഹസ്പതി ദശമേ ഭൂമിജോ നാസ്തി ജാതകം കിം പ്രയോജനം എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? ലഗ്നത്തിൽ ബുധനും ശുക്രനൊന്നും നിൽക്കാതിരിക്കുക, കേന്ദ്രത്തിൽ വ്യാഴം നിൽക്കാതിരിക്കുക, 10ൽ ചൊവ്വ നിൽക്കാതിരിക്കുക ജാതകം കൊണ്ട് പ്രയോജനമില്ലെന്നാണ്. ഇവിടെ നിങ്ങളുടെ ജാതകത്തിൽ കേന്ദ്രത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട്, ശുക്രനും നല്ല ബലമുണ്ട്, അവനും കേന്ദ്രത്തിൽ തന്നെയാണ് നിൽക്കുന്നത്, 10ൽ ചൊവ്വയും നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് 31 വയസ്സേ ആയിട്ടുള്ളൂ, 7 കൊല്ലം കൂടി ഇനി സമയവുമുണ്ട്. അതിനിടക്ക് കൃത്യമായിട്ട് ജോലി ലഭിക്കുകയും സർക്കാരിൻ്റെ ശമ്പളം ഒപ്പിട്ട് മേടിക്കുകയും ചെയ്യും. ഒപ്പിട്ട് മേടിക്കുന്ന സമയത്ത് നന്ദിപൂർവ്വം ഈ കാര്യം പറഞ്ഞ് ഇന്ദുലാൽ നാരായണനെ ഓർമ്മിക്കുക. ഓക്കെ. എങ്ങനെ? അതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ, നല്ല സ്നേഹമുള്ള ഭർത്താവല്ലേ. നിങ്ങൾ രണ്ടാളും നല്ല സ്നേഹത്തിലല്ലേ, പിന്നെ എന്താണ്? ബാക്കിയെല്ലാം തനിയെ വന്നു ചേർന്നോളൂല്ലോ. നിങ്ങൾക്ക് അയാളെ കൊണ്ടുള്ള വിചാരമേ ഉള്ളൂ, അയാൾക്ക് നിങ്ങളെ കൊണ്ടുള്ള വിചാരമേ ഉള്ളൂ. പിന്നെന്താ പ്രശ്നം?
അല്ലേ? അങ്ങനെയല്ലേ? അതെ. പിന്നെന്താ, എന്താണ് പ്രശ്നം അതില്? അത് പരസ്പരം സ്നേഹിക്കുമ്പോൾ ഐശ്വര്യം തനിയെ വരുമെന്ന്. ഒരു തടസ്സം പോലെ പഠിക്കുമ്പോഴത് ഏ അല്ല, എക്സാമിനെല്ലാം ഫുൾ തടസ്സം പോലെ അതിങ്ങനെ മനുഷ്യജീവിതം അങ്ങനെ തന്നെയല്ലേ, അതിങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ വരുമല്ലോ, അതൊക്കെ സ്വാഭാവികം മാത്രം. നിങ്ങൾ രണ്ടുപേരുടെയും ഈ ഐക്യമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല നില തന്നെ നിങ്ങൾ പോകും. അതൊക്കെ വരേണ്ട സമയത്ത് സുഗമമായിട്ട് അനുഭവപ്പെട്ടുകൊള്ളും. ഇതിപ്പോൾ അങ്ങ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, 31 ആയിട്ടുള്ളൂ. എന്തിനാ ഇത്ര ബേജാറാവുന്നു? എല്ലാം ശരിയായി വരും. ഓക്കെ ഓക്കെ ഓക്കെ. അതുകൊണ്ട് പിന്നെ ഏതായാലും ദേവിയുടെ ഇത് സർവഭൂതായുധാദേവി ഭുക്തിമുക്തിപ്രദായിനി ത്വം സ്തുതാസ്തുതേ കവ ഭവന്തു പരമുക്തിയ. സർവഭൂതാത്മികയും ഭക്തന്മാർക്ക് ഭുക്തിയും മുക്തിയും കൊടുക്കുന്നവളുമായ ഭഗവതിയെ സ്തുതിക്കുന്ന ഈ സ്തോത്രങ്ങൾ പരമോക്തികങ്ങളായി തീരട്ടെ എന്നാണ്. അതായത് ഭഗവതിയെ സ്തുതിക്കുന്ന സ്തോത്രങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അത് സർവസ്യ ബുദ്ധിരൂപേണ ജനസ്യ ഹൃദി സംസ്ഥതേ സ്വർഗാപവർഗതേ ദേവി നാരായണി നമോസ്തുതേ. കലാകാഷ്ടാദിരൂപേണ പരിണാമപ്രദായിനി വിശ്വസ്യോ ഭരതൗ ശക്തേ നാരായണി നമോസ്തുതേ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സൃഷ്ടിസ്ഥിതി വിനാശാനാം ശക്തിഭൂതേ സനാതനി ഗുണാശ്രയേ ഗുണമയേ നാരായണി നമോസ്തുതേ. ശരണാഗതദീനാർത്ഥപരിത്രാണപരായണേ സർവസ്യാർത്തികരേ ദേവി നാരായണി നമോസ്തുതേ. ഹംസയുക്ത വിമാനസ്ഥേ ബ്രഹ്മാണി രൂപധാരിണി കൗശാംബക്ഷരികേ ദേവി നാരായണി നമോസ്തുതേ. ത്രിശൂലചന്ദ്രാഹിതരേ മഹാവൃഷഭവാഹിനി മാഹേശ്വരി സ്വരൂപേണ നാരായണി നമോസ്തുതേ. മയൂരകുക്കുടമൃതേ മഹാശക്തിധരേ അനഘേ കൗമാരീ രൂപസംസ്ഥാനേ നാരായണി നമോസ്തുതേ. ശംഖചക്രഗദാശാർഗഗൃഹീത പരമായുധേ പ്രസീത വൈഷ്ണവീ രൂപേ നാരായണി നമോസ്തുതേ. ഗൃഹീതോഗ്രമഹാചക്രേ ദംശോദത വസുന്ധരേ വരാഹരൂപിണി ശിവേ നാരായണി നമോസ്തുതേ. നൃസിംഹരൂപേണ ഉഗ്രേണ ഹന്തും ദൈത്യാൻ കൃതോദ്യമേ ത്രൈലോക്യത്രാണ സഹിതേ നാരായണി നമോസ്തുതേ. കിരീടിനി മഹാവജ്രേ സഹസ്രനയനോജ്വലേ വൃത്രപ്രാണഹരേ ച ഐന്ദ്രീ നാരായണി നമോസ്തുതേ. ശിവദൂതിസ്വരൂപേണ ഹത ദൈത്യമഹാബലേ ഘോരരൂപേ മഹാരാവേ നാരായണി നമോസ്തുതേ. ദംഷ്ട്രാകരാളവദനേ ശിരോമാലാവിഭൂഷണേ ചാമുണ്ടേ മുണ്ഡമദനേ നാരായണി നമോസ്തുതേ. ലക്ഷ്മി ലജ്ജേ മഹാവിദ്യേ ശ്രദ്ധേ പുഷ്ടിസ്വതേ ധ്രുവേ മഹാരാത്രി മഹാമായേ നാരായണി നമോസ്തുതേ. മേധേ സരസ്വതീവരേ ബുദ്ധിബാഭ്രവി താമസി നീതത്വം പ്രസീദേശേ നാരായണി നമോസ്തുതേ. സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. ഏതത്തേ വദനം സൗമ്യം ലോചനത്രയഭൂഷിതം പാതുന സർവഭീതിഭ്യ കാത്യായനി നമോസ്തുതേ. ജ്വാലാകരാളമത്യുഗ്രം അശേഷാസുരസൂദനം ത്രിശൂലം പാതുനോപിതേർഭദ്രകാളി നമോസ്തുതേ. ഇതാണ് ദേവി മഹാത്മ്യത്തിലെ 11-ാം അധ്യായത്തിലെ നാരായണി സ്തുതി. അതിൽ പ്രധാനപ്പെട്ട ഈ വരികൾ ഇത് ആണ് ചണ്ഡികാഹോമത്തിൽ മറ്റൊക്കെ ഉള്ള ഏറ്റവും പ്രധാനമായിട്ട് ഈ സമയത്താണ് മൂകാംബികയിൽ. ഇപ്പം ഞാൻ മിനിഞ്ഞാന്ന് ചണ്ഡികാഹോമത്തിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു അസുഖം ബാധിതയായ ഒരു പെൺകുട്ടി എൻ്റെ കൂടെ വന്നിരുന്നു. ഡോക്ടറാണ്. അവൾക്ക് എഴുന്നേറ്റ് നിൽക്കാനൊന്നും പറ്റുന്നില്ല. കാലിനൊക്കെ സന്ധിവാതം, എല്ലാ കണക്കൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് അവളെ സന്ധിവാതം പിടികൂടി. അപ്പോൾ അത് അവളാകെ തളർന്നിട്ടാണുള്ളത്. അപ്പോൾ അവളെ കുടുംബം മൊത്തം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ പേരിലായിരുന്നു ചണ്ഡികാഹോമം. അപ്പോൾ ഈ ചണ്ഡികാഹോമത്തിന് അവൾക്ക് നമസ്കരിക്കാനാവില്ല. അവൾക്ക് വേണ്ടി ഞാനാണ് നമസ്കരിച്ചത്. ആ കുട്ടി അവിടെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു അന്നേരം. ഒരുപാട് നമ്മൾ കണക്കൂട്ടുന്ന പോലെ അല്ലല്ലോ ഈ ലോകം. അപ്പോൾ നമ്മൾ ഒരു MBBS കഴിഞ്ഞു, ഡോക്ടർ, നല്ല ഭർത്താവ്, ഭയങ്കര സുന്ദരനും എൻജിനീയറുമാണ്, വളരെയേറെ നല്ലവനാണ്, ഒക്കെ ശരിയാണ്. അപ്പോൾ ഒരുപാട് മോഹങ്ങളുമായിട്ട് ജീവിതത്തെ കണ്ടു. അപ്പോഴേക്കൊരു പെൺകുട്ടിയും ജനിച്ചു. പക്ഷേ അപ്പോഴേക്ക് എന്ത് വന്നു? ദുരിതം രോഗത്തിൻ്റെ രൂപത്തിൽ അവളെ പിടികൂടി. അതുകൊണ്ടാണ് നമ്മൾ കൂട്ടിയാൽ കൂടുന്നതല്ല. അപ്പോൾ അതിന് ഈ നാരായണി സ്തുതി സമയത്ത് ഞാനാണ് ആ കുട്ടിക്ക് വേണ്ടി നമസ്കരിച്ചത്. അപ്പോൾ അത് അവളെ രോഗമമ്മ മാറ്റിക്കൊടുക്കും. അതേ ആ കുട്ടിക്കും നല്ല ഉറപ്പുണ്ട്, അവളുടെ അച്ഛനും അമ്മക്കും ഭർത്താവിനും ഉറപ്പുണ്ട്, ദേവിക്കും ഉറപ്പുണ്ട്, എനിക്കും ഉറപ്പുണ്ട്. ഇങ്ങനെ 22 പ്രാവശ്യം ഞാൻ നമസ്കരിച്ചെങ്കിൽ
ചണ്ഡിയാ ഹോമ സമയത്ത് അത് ഉറപ്പാണ്. അത് എന്നെ അറിയുന്നവർക്ക് ഞാൻ പറയുന്നത് കേട്ട് ചിരിക്കുന്നുണ്ട്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങളെ ചിരി ഞാൻ കാണുന്നുണ്ട്. എന്നെ അറിയുന്നവർക്ക്, എന്നെ അറിയാത്തവർക്ക് ഞാനൊരു വെറും സാധാരണ ഒരു ലോക്കൽ അല്ലേ, അങ്ങനെയല്ലേ? അപ്പോൾ അത് അറിയുന്നവർ ഉള്ളിൽ ചിരിക്കുന്നുണ്ടോ, ആ സ്ത്രീ ആ പെണ്ണ് രക്ഷപ്പെട്ടു എന്ന് ഓർത്ത് ചിരിക്കുന്നില്ലേ നിങ്ങൾ? അത് മതി, അതാണ് എൻ്റെ വിജയം. ഓക്കെ, അതുകൊണ്ട് ഇന്നത്തെ സമയം നമുക്കിവിടെ അവസാനിക്കുകയാണ്. ജ്യോതിഷ സംബന്ധമായ ഫലങ്ങൾ അറിയാനും ദേവിയെക്കുറിച്ച് മനസ്സിലാക്കാനും, അപ്പോൾ ഇനി അടുത്ത ആഴ്ച മുതൽ ഈ സ്തുതികളുടെ ഓരോന്നിൻ്റെ അർത്ഥമാണ് പറഞ്ഞു തരിക. ഇപ്പോൾ ഒന്ന് ആദ്യമായിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് ചൊല്ലിയെന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത പ്രാവശ്യം മുതൽ ഈ നാരായണി സ്തുതിയുടെ പ്രത്യേകത, അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് ചൊല്ലിയാൽ കൂടുതൽ ഗുണപ്രദമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് അർത്ഥം ശ്രദ്ധിച്ച് ഭക്തന്മാരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ ദേവിയെ കൊണ്ടും അതേപോലെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടവർക്കുമൊക്കെ എന്നെ ബുക്ക് ചെയ്ത് നേരിട്ട് വന്ന് കാണാം. അല്ലാത്തവർക്ക് ഓൺലൈനായിട്ട് പിന്നെ വാട്സാപ്പ് വഴി ഡേറ്റും ടൈമും അയച്ച് ഗൂഗിൾ പേ വഴി ദക്ഷിണ അയച്ച് അങ്ങനെയും അറിയാം. ഒക്കെ നിങ്ങളുടെ തീരുമാനമാണ്. ഏത് രൂപത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം ഈ വിഷയത്തിൽ. അത് പരിഹാരങ്ങൾക്ക് പ്രാധാന്യമുണ്ട്, എൻ്റെ കർമ്മങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അത് ദേവി തന്ന അനുഗ്രഹത്താലാണ് ഇങ്ങനെ പറയുന്നത്. അത് മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് പരിഹാരം വേണമെങ്കിൽ എന്നെ ബന്ധപ്പെടാം. അത് ഏതിനും എല്ലാവർക്കും നല്ലത് വരാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങളും നന്നായി വരട്ടെ. ഇതൊക്കെ കേൾക്കുന്നതും പുണ്യമാണെന്ന് മനസ്സിലാക്കുക. ഏവർക്കും നന്ദി, നമസ്കാരം.